10ാം ക്ലാസ്സിൽ എത്ര മാർക്ക് ഉണ്ടായെന്ന് പറഞ്ഞു? സാർ 80% ഉണ്ട്. ഓക്കെ. പ്ലസ് ടുലോ? അത് 90%. ഓ, അത് കൊള്ളാം. നൈസ്. നിങ്ങളുടെ എന്തെങ്കിലും ഒരു വീക്ക്നെസ് എന്താണ്, അതൊന്ന് പറ. സാർ, ഞാനൊരു സത്യസന്ധമായിട്ടുള്ള ഒരാളാണ്. ഹോണസ്റ്റി ഈസ് ദ പോളിസി എന്നാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. ഒരു വീക്ക്നെസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അതെന്താ സാർ? ഇവൾ ഇത്രക്ക് ഓണസ്റ്റ് ആണെങ്കിൽ ഇത് ഈസി ആയിട്ട് മുന്നോട്ട് പോകില്ല. എന്തായാലും ബാക്കി കഥ കൂടെ കേട്ട് നോക്കാം. ക്രെഡിറ്റ് സ്കോർ എത്രയാണ്? അത് 650 ആണ് സാർ. നിങ്ങൾ ഇത്രയും സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഓണസ്റ്റ് ആയിട്ടുള്ള ആളല്ലേ, പക്ഷെ എന്തുകൊണ്ടാണ് സിവിൽ സ്കോർ ഇത്രയും പോറായിട്ട്, വളരെ കുറവാണല്ലോ സിവിൽ സ്കോർ? എന്തുകൊണ്ടാണ് അത്? സാർ, ഞാനൊരു EMI പേയ്മെന്റ് മിസ്സായി. അപ്പോഴെങ്ങനെ കുറഞ്ഞത്? ഇത് എങ്ങനെയാ കൂട്ടേണ്ടതെന്ന് പറഞ്ഞു തരാമോ? ഒരു FD ക്രെഡിറ്റ് കാർഡ് എടുക്ക്. അത് വളരെ ഈസിയാണ്. ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഓപ്പൺ ചെയ്താൽ മതി. 100% അപ്രൂവൽ റേറ്റ് ഉള്ള ഒരു ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് കിട്ടും. ഒരു 2000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു FD സ്റ്റാർട്ട് ചെയ്യാം. അതേ ദിവസം തന്നെ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡും കിട്ടും. വെറും 3 മാസം കൊണ്ട് നിങ്ങളുടെ സിവിൽ സ്കോർ നല്ല നിലയിലെത്തും, വേറെ ലെവലിലേക്ക് അത് പോകും. ഈ കാർഡ് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് പറയാമോ സാർ? നിങ്ങളുടെ പ്രൊഫൈൽ ലിങ്കിൽ ഞാൻ ക്രെഡിറ്റ് പേ ആപ്പിന്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് അതേ ദിവസം തന്നെ, നിങ്ങൾ എപ്പോഴാണോ ഡൗൺലോഡ് ചെയ്യുന്നത് അതേ ദിവസം തന്നെ നിങ്ങൾക്ക് കാർഡ് കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് ഈ സിവിൽ സ്കോറുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു ഇഷ്യൂ ഉണ്ടാവില്ല. ബോസ് വാല, ബി ദ ബോസ്.